അവളുടെ ജീവൻ രക്ഷിക്കാൻ അവൻ തന്റെ തീരുമാനം മാറ്റുമോ, അല്ലെങ്കിൽ കിയാര മരിക്കാൻ അനുവദിക്കുമോ? അവന് തീരുമാനിക്കാൻ വെറും 10 സെക്കൻഡ് മാത്രം. ആ 10 സെക്കൻഡിനുള്ളിൽ മുന്നേ ഉണ്ടായ മുഴുവൻ സംഭവങ്ങളും അവന്റെ കണ്ണിന് മുന്നിലൂടെ കടന്നുപോയി. കിയാരയുടെ കൗണ്ട് ഡൗൺ അവസാനിക്കുകയാണ്. കിയാരയെ രക്ഷിക്കാൻ യാഷ്പാൽ യെസ് പറയുമോ, അല്ലെങ്കിൽ അവളെ നിർത്താൻ വേറെ വഴിയുണ്ടോ? കിയാര അങ്ങനെ ചെയ്താൽ യാഷ്പാലിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും? വിജയത്തിന്റെ ഒരു പുഞ്ചിരി കിയാരയുടെ മുഖത്ത് വിരിഞ്ഞു. അവൾ യാഷിന്റെ കൈ പിടിച്ച് റെയിലിംഗിന്റെ ഈ വശത്തേക്ക് തിരിച്ചുവെച്ചു. യാഷ്പാൽ അവളോട് പറഞ്ഞു, നോക്ക്, ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ഇനി ചെയ്യരുത്, ഓക്കെ? ഇനി എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്, സമയം വളരെ വൈകി. യാഷ് ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. എക്സ്ക്യൂസ് മീ, നീ ഇപ്പോ യെസ് തന്നെയല്ലേ പറഞ്ഞത്? കിയാരയുടെ മുഖം വീണ്ടും കൺഫ്യൂസ്ഡായി. അതെ, വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞതാണ്, ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞ് യാഷ് കടലിലേക്ക് നോക്കി. എന്ത്? അത് കേട്ട് കിയാര വീണ്ടും റെയിലിംഗിലേക്ക് കയറാൻ തുടങ്ങി. വെയിറ്റ് ഫ്രണ്ട്, ഇതെന്ത് സ്വഭാവമാണിത്? ഇതും പറഞ്ഞ് യാഷ് വീണ്ടും അവളെ പിടിക്കാൻ ഓടി. ഞാൻ തമാശയായിട്ടാണോ നിനക്ക് തോന്നുന്നത്? നീ തന്നെയല്ല ഇപ്പോൾ യെസ് പറഞ്ഞത്, എന്നിട്ട് വീണ്ടും വീട്ടിൽ പോയിട്ട് ആലോചിക്കാമെന്ന് ഇപ്പൊ പറയുന്നോ? കിയാര സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. ദേഷ്യം പിടിച്ചുകൊണ്ട് യാഷ് പറഞ്ഞു, ഇങ്ങനെ പെട്ടെന്ന് എങ്ങനെ യെസ് പറയും? എനിക്കും ചിന്തിക്കാൻ സമയം വേണം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ മാത്രം നടക്കില്ല. കിയാരയുടെ കോപം ഇപ്പോൾ 7ാം ആകാശത്തിലെത്തി. അവസാനമായിട്ട് ചോദിക്കുക, യെസ് പറ, ഇല്ലെങ്കിൽ കോൺസിക്വൻസസ് വളരെ മോശമായിരിക്കും ഫ്രണ്ട്. അവൾ ഭീഷണിപ്പെടുത്തി. വിരൽ ചൂണ്ടിക്കാട്ടി അവൾ അത് പറയുമ്പോൾ പറഞ്ഞത് അതുപോലെ ചെയ്യുന്ന ആളാണ് അവളെന്ന് അവളുടെ സംസാരത്തിൽ തന്നെ വ്യക്തമായിരുന്നു. യാഷ് മിണ്ടാതെ നിന്നു. പക്ഷേ അവന്റെ മനസ്സ് മുഴുവൻ കലങ്ങിക്കിടന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, ഇതിൽ കയറിയതുകൊണ്ട് ഞാൻ തന്നെ വിട്ടുപോയി. അവന്റെ നെറ്റിയിൽ ചുളിവ് വീണു. വിയർപ്പ് തുള്ളികൾ തെളിഞ്ഞു തുടങ്ങി. സങ്കരം കേസിൽ പെട്ടിരുന്നെങ്കിൽ മാക്സിമം 3 മാസം ജയിലിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നവൻ ചിന്തിച്ചു. പക്ഷേ കിയാര ഇപ്പോഴും അതേ ദേഷ്യത്തിൽ നിന്നു. അവൾ എണ്ണാൻ തുടങ്ങി. 10, 9, 8. നീ മനുഷ്യയാണോ ഇല്ലെങ്കിൽ ടൈം ബോംബാണോ? യാഷ് പൊട്ടിത്തെറിച്ചു. പക്ഷേ കിയാര നിർത്തിയില്ല. അപ്പോഴാണ് യാഷിന് ശ്രുതിയെ ഓർമ്മ വന്നത്. റോഡ് സൈഡ് സ്റ്റാളിലിരുന്ന് തന്റെ സ്വപ്നങ്ങൾ പങ്കുവെച്ച ആ പെൺകുട്ടിയെ. ഒരു റിച്ച് ഗേളിന്റെ ഫേക്ക് ബോയ് ഫ്രണ്ടായി താൻ അഭിനയിക്കുന്ന കാര്യം ശ്രുതി അറിഞ്ഞ അവൾ എന്ത് വിചാരിക്കും? പക്ഷേ അടുത്ത നിമിഷം യാഷ് വീണ്ടും കിയാരയെ നോക്കി. അപ്പോൾ അവൾ എണ്ണുന്നത് നിർത്തിയിട്ടില്ല. 3, 2. യാഷിന്റെ ഹൃദയം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ അവന് തോന്നി. കൗണ്ട് ഡൗൺ 1-ലെത്തുമ്പോൾ ഒടുവിൽ അവന്റെ ശബ്ദം പുറത്തു വന്നു. ശരി, ഓക്കെ, ഞാൻ നിന്റെ ഫേക്ക് ഫിയാൻസെ ആവാം. നിന്നെ രക്ഷിക്കാൻ വന്ന ഭ്രാന്തൻ ഞാനാണ്. വിജയത്തിന്റെ ഒരു പുഞ്ചിരി കിയാരയുടെ മുഖത്ത് തെളിഞ്ഞു. കൈക്കൂലി മുതൽ ഭീഷണി വരെ എല്ലാം അവൾ പരീക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ഫോൺ എടുത്ത് റെക്കോർഡിംഗ് ഓൺ ചെയ്തു. പിന്നെ പതുക്കെ പേപ്പർ മടക്കിക്കൊണ്ട് പറഞ്ഞു, ഗുഡ് ഡിസിഷൻ യാഷ്. ഇപ്പോൾ നിനക്ക് എന്റെ ലോകത്തേക്ക് സ്വാഗതം. കോപവും ഹെൽപ്ലെസ്നെസ്സും കൊണ്ട് യാഷിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. നിലത്ത് കിടന്നിരുന്ന കോൾ ഡ്രിങ്ക് ക്യാൻ അവൻ കാലുകൊണ്ട് തട്ടിച്ചതച്ചുകൊണ്ട് പറഞ്ഞു, പോയി നശിക്ക്. ഇത് നിനക്കൊരു പ്രശ്നമല്ലല്ലോ. നിനക്ക് ഇതൊക്കെ ബ്ലെസ്സിങ് ആണല്ലോ. കിയാര ഫോൺ എടുത്ത് റെക്കോർഡിംഗ് തുടങ്ങി. നീ എൻ്റെ ഫിയാൻസി ആകാൻ റെഡിയാണെന്നും പിന്നെ ഫ്യൂച്ചറിൽ ഈ ഡിസിഷനിൽ നിന്ന് ബാക്കൗട്ട് ചെയ്യില്ലെന്നും ഒരിക്കൽ കൂടി പറയും. 3 വർഷം മുൻപ് വെറും 500 രൂപ മാത്രം കയ്യിൽ പിടിച്ച് മുംബൈയിൽ എത്തിയപ്പോഴും യാഷിന് ഇത്രയും നിരാശ തോന്നിയിട്ടില്ല. ഈ റെക്കോർഡിംഗ് കൊണ്ട് ഡീൽ ബ്രേക്ക് ചെയ്യാൻ താൻ ചെയ്യാവുന്ന എല്ലാ മൂവ്സും കിയാര നേരത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നവന് മനസ്സിലായി. ഗതികെട്ട അവൻ പറഞ്ഞു, ഓക്കെ, ഞാൻ കിയാര അഗർവാളിന്റെ ഫേക്ക് ബോയ് ഫ്രണ്ട് ആവാൻ റെഡിയാണ്. ഫ്യൂച്ചറിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് പ്രോമിസ് ചെയ്യുന്നു. ഈ തീരുമാനം നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്നതാ, എന്റെയോ മറ്റാരുടെയോ പ്രഷർ കൊണ്ടല്ല, റൈറ്റ്? അവൾ ചോദിച്ചു. കോപം അടക്കി പിടിച്ച് യാഷ് മറുപടി പറഞ്ഞു, പ്രഷർ ഇല്ലാതെ, റൈറ്റ്. സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ നിനക്ക് നന്നായി അറിയാം കിയാര. യാഷ് ആഴത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു, ഈ തീരുമാനം എന്റേതാണ്. ഒരു ചെറു പുഞ്ചിരിയോടെ കിയാര റെക്കോർഡിംഗ് നിർത്തി. ഉടനെ യാഷ് അവളുടെ കയ്യിൽ നിന്നുള്ള മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. അവൻ റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യുകയോ ഫോൺ തകർക്കുകയോ ചെയ്യാതിരിക്കാൻ കിയാര അത് ഓൾറെഡി ഇന്റർനെറ്റ് ക്ലൗഡിൽ സേവ് ചെയ്തു. അത് കണ്ട യാഷ് അവളെ പരിഹസിച്ചു. എനിക്കിനി 2 കണ്ടീഷൻസ് കൂടിയുണ്ട്, കിയാര പറഞ്ഞു. അത് കേട്ട് യാഷ് ഞെട്ടിപ്പോയി. നീ മനുഷ്യനാണോ അതോ മോൺസ്റ്റർ ആണോ?
ഇന്ന് എന്നെ കൊന്നാലേ നിനക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞു. പറ, ഇനി എന്താ കണ്ടീഷൻ? കിയാര പതുക്കെ പറഞ്ഞു. ആദ്യത്തേത്, ഇനി നീ ഈ സ്റ്റോളിൽ ഇരിക്കരുത്. രണ്ടാമത്തേത്, എത്രയും പെട്ടെന്ന് നീ ഒരു ബിസിനസ് തുടങ്ങണം. അപ്പോഴേ എനിക്ക് നിന്നെ എൻ്റെ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അത് കേട്ടയുടനെ യാഷ് പറഞ്ഞു. അല്ല, ഈ തന്നെയാണ് എൻ്റെ ബിസിനസ്. എന്നിട്ട് നീ ഒരു വശത്ത് ബിസിനസ് ചെയ്യാൻ പറയുന്നു, മറുവശത്ത് ഷോപ്പിൽ ഇരിക്കരുതെന്നും. കിയാര കളിയാക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതിനെയൊക്കെ നീ ബിസിനസ് എന്ന് വിളിക്കുമോ? എത്ര പണം സമ്പാദിച്ചാലും അത് ആ ലെവലിലെ ബിസിനസ് അല്ല. നീ ഒരു വൈറ്റ് കോളർ ബിസിനസ് എങ്കിലും ചെയ്യണം, കുറഞ്ഞതൊരു ഓഫീസ് ജോബെങ്കിലും. ജോബ് എന്ന വാക്ക് കേട്ടതും യാഷിന്റെ മുഖം മങ്ങി. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. ഇതെല്ലാം ഞാൻ ഇതിനോടകം ആക്സെപ്റ്റ് ചെയ്തല്ലോ. ഈ 2 കണ്ടീഷൻസ് കൂടി സമ്മതിക്കാം എന്ന് യാഷ് മനസ്സിൽ ചിന്തിച്ചു. ആക്ച്വലി ഇത് തന്നെയാണ് ശരിയായ തീരുമാനം. ഈ കഥയുടെ ബാക്കി അറിയാൻ സബ്സ്ക്രൈബ് ടു പോക്കറ്റ് FM മലയാളം യൂട്യൂബ് ചാനൽ. ഇതുപോലെയുള്ള കൂടുതൽ കഥകൾക്കായി ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.